ഇനി അച്ഛമ്മനെ കാണാൻ പോകുന്ന സമയത്ത് അച്ഛമ്മയും രാമച്ചനും ഇതുവരെ കഴിക്കാത്ത സാധനങ്ങളൊക്കെ കഴിപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ദിവസം ഞാനൊരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പോലെ ആലോചിച്ചു, ഈ ഒരു ഫ്രൂട്ട് എന്തോരം വിലയായതുകൊണ്ട് നമ്മൾ എപ്പോഴും വാങ്ങി കഴിക്കൂല, ഒരുപാടും കഴിക്കൂല, നോക്കിയല്ലേ വാങ്ങുള്ളൂ. നമ്മൾ തന്നെ നോക്കി വാങ്ങുന്ന സാധനം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവർക്കും ഉണ്ടാവില്ലേ കഴിക്കാൻ ആഗ്രഹം. നമുക്ക് മാത്രം, കാശുള്ളവർക്ക് മാത്രം കഴിക്കാൻ വിധിച്ചുകൊണ്ടാണോ പഠിച്ചോൻ ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ലല്ലോ, അവർക്കും കൂടെ കഴിക്കാനും വേണ്ടിയിട്ടല്ലേ. ഇതുപോലെയുള്ള സാധനങ്ങൾ ഇതുവരെ അവർ കണ്ടിട്ട് പോലും അങ്ങനെ മഴ പെയ്യുമ്പോ സുഖായില്ലേ? പേടിയില്ലല്ലോ. ദൈവം ഓടാതെ ഓടി പടച്ച തമ്പുരാൻ നിറന്തലിവായി ഉദിച്ചു വരുന്ന ഭഗവാനെ നാം മരുന്നുണ്ട് കേട്ടോ. അത് മതി. നിങ്ങൾ അവിടെ പോയാലും വളഞ്ഞു വരും. ഓ മതി പാവല്ലേ പൊന്നും ദേവി. സുഖം ഉണ്ടായിട്ടപ്പോ പിന്നില്ലേ പഞ്ഞി പോലെ ഞാൻ നോക്കിയെടുത്തതാണ്. അച്ഛമ്മക്ക് പഞ്ഞി പോലത്തെ ചെരുപ്പാണ്. അപ്പോഴേ ഞാനിപ്പോൾ എന്തിനാ പറഞ്ഞതെന്നറിയോ, നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ളവരൊന്ന് ആലോചിച്ച് നോക്കണേ. ഇരിക്കട്ടെ, എനിക്കിങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷാണ്. ഇനി ഇതൊക്കെ എപ്പ ചെയ്യാനാണ്? ഇതെന്താന്ന് അച്ഛമ്മക്കറിയോ? കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? ആദ്യത്തെ കണ്ണ് നടാട സാധനമോ കണ്ട വെള്ളുള്ളിയാണ് അല്ല. എന്താ സാധനം അറിയോ? ഇത് കണ്ടിട്ടില്ല. ഇവരെന്നെ കഴിച്ചിട്ടില്ല. അപ്പൊ നന്നായി. നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്നർത്ഥം. ഇനി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇൻഷാല്ല ഇനി നിങ്ങൾ ചിന്തിക്കും. കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ പുണ്യം കൂടെ എനിക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനും നമ്മൾ മാത്രമല്ല കേട്ടോ അവകാശികൾ. അവകാശികൾ ഒരുപാട് പേര് ഈ ഭൂമിയിൽ എവിടെയൊക്കെയോ അതിനും വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ?